സ്വാഗതം കിരണ ഉപകാരം തൃശൂർ നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിലെ ജനങ്ങൾ ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ വിജയിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വിശ്വാസം, പ്രതീക്ഷ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കും. അതിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. തൃശ്ശൂരിന്റെ നഗരത്തിന്റെ വികസനം തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും മുൻഗണനയിലുള്ള കാര്യം. ആദ്യം തന്നെ ഞങ്ങളെ UDF-നെ ഇത്ര വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച നഗരവാസികളോട് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഒരു കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് തൃശ്ശൂർ കണ്ടൊരു വ്യക്തി വീണ്ടും 10 കൊല്ലത്തിന് ശേഷം തൃശ്ശൂർ കാണുകയാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഡെവലപ്മെന്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷത്തെ ഡെവലപ്മെന്റ്സിന്റെ അല്ലെങ്കിൽ വികസനത്തിന്റെ പോരായ്മ നികത്താൻ വേണ്ടിയിട്ട് തൃശ്ശൂർ അറ്റ് 2075 എന്ന വിഷൻ മുന്നിൽ കണ്ടുകൊണ്ട്, അതായത് 50 വർഷത്തെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് തൃശ്ശൂർ ഡെവലപ്മെന്റ് കോൺക്ലേവ് ഞങ്ങൾ സംഘടിപ്പിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ആ കോൺക്ലേവിൽ തൃശ്ശൂരിന്റെ എല്ലാ മേഖലയിലുമുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് ആരോഗ്യം, വിദ്യാഭ്യാസം, ബിസിനസ്, ഫൈനാൻസ്, യൂത്ത് ആൻഡ് വിമൺ, അങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും മാധ്യമപ്രവർത്തകരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡെവലപ്മെന്റ് കോൺക്ലേവ് സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്നും പൊതുമധ്യത്തിൽ നിന്നും എല്ലാ എക്സ്പേർട്സിന്റെയും ഒപ്പീനിയൻ ഉൾപ്പെടുത്തിക്കൊണ്ട് 2075 നമ്മുടെ തൃശ്ശൂർ എങ്ങനെയായിരിക്കണം എന്ന സ്വപ്നം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഡെവലപ്മെന്റ് കോൺക്ലേവ് നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡേറ്റ് കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. രണ്ടാമതായിട്ട് കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെ കുറിച്ച് ഒരു ധവളപത്രം പുറത്തിറക്കുന്നതായിരിക്കും. ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകൾ, അതിനുള്ള അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം പൂർത്തീകരിക്കാൻ വേണ്ടി അതത് പ്രദേശത്തെ കൗൺസിലേഴ്സും അതത് പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥ സ്ക്വാഡിനെ ഏൽപ്പിച്ചുകൊണ്ട് ദൈനംദിന പ്രവർത്തനങ്ങൾ പോലെ തന്നെ ഈ സ്ക്വാഡ് വന്ന് ഇത് പരിശോധിച്ച് വേണ്ട അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം, അതൊരു ഓൺഗോയിങ് പ്രോസസ്, എല്ലാ ദിവസവും നടക്കുന്ന ഒരു പ്രോസസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ നഗരം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് തെരുവു നായ്ക്കളുടെ ശല്യമാണ്. തെരുവു നായ്ക്കളുടെ ശല്യം അല്ലെങ്കിൽ തെരുവു നായ്ക്കളുടെ കടി അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രമാത്രം കഷ്ടപ്പാടാണ് ആ കുടുംബത്തിനുള്ളത്, എത്രമാത്രം എക്സ്പെൻസ് ആണ് വരുന്നത്, മറ്റു ബുദ്ധിമുട്ടുകൾ വേറെ. അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി തെരുവു നായ്ക്കൾക്കായി ഒരു ഷെൽട്ടർ ഉണ്ടാക്കും. തെരുവു നായ്ക്കളുടെ ABC പദ്ധതി അത് കാര്യക്ഷമമായി നടപ്പിലാക്കും. ABC പദ്ധതി നടപ്പിലാക്കിയ തെരുവു നായ്ക്കളെ, ഷെൽട്ടറിലുള്ള നായ്ക്കളെ പുറത്തേക്ക് വിടാൻ അനുവദിക്കില്ല. അപ്പൊ ആ ഒരു പ്രശ്നത്തിന് ഇപ്പോ നിലവിലുള്ള സിസ്റ്റത്തിന്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് അതിനുള്ള പരിഹാര പരിപാടികൾ, അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഷെൽട്ടർ നിർമ്മിക്കുക എന്നുള്ളതാണ്. പിന്നെ ജനങ്ങളുടെ പരാതി കേൾക്കുന്നതിനായി, പരിഹരിക്കുന്നതിനായി നമ്മളൊരു അദാലത്ത് സംഘടിപ്പിക്കും. അദാലത്ത് സംഘടിപ്പിച്ച് എത്രയും വേഗം അതിനുള്ള പരിഹാരം കാണുന്നതായിരിക്കും. നഗരസഭയുടെ സൗന്ദര്യവൽക്കരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഈ പറഞ്ഞ പോലെ കോൺക്ലേവിൽ ഡിസ്കസ് ചെയ്തിട്ട് അതിന് വേണ്ട നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണം വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭക്ഷ്യസുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ നിലവിലുള്ള ഹോട്ടലുകളുടെ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. നിയമാനുസൃതമായി ഗ്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ സുരക്ഷിതമായി നമുക്ക് ഭക്ഷണം കഴിക്കുവാനും അതുപോലെ അവിടെയുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, വാഷ്റൂംസ്, അതിൻ്റെ ഒക്കെ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സ്ത്രീകൾ ടൗണിൽ വരികയാണെങ്കിൽ സ്ത്രീകൾക്കായി നമുക്കറിയാം ഒരു ടോയ്ലറ്റ് സംവിധാനം വൃത്തിയുള്ളത്
ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പിങ്ക് വാഷ്റൂംസ്, സ്ത്രീകൾക്ക് വേണ്ടി പിങ്ക് വാഷ്റൂംസ് നമ്മുടെ തൃശ്ശൂർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസിറ്റ് പോയിന്റുകളിലും മാർക്കറ്റുകളിലും ഞങ്ങൾ സ്ഥാപിച്ചാൽ മാത്രം പോലെ നമുക്കറിയാം വാഷ്റൂമിന്റെ പ്രത്യേകത അതിന്റെ മെയിൻ്റനൻസ് ആണ്. അപ്പോൾ അതിന്റെ മെയിൻ്റനൻസ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരു ഡോക്ടർ എന്ന നിലയിൽ, ഗൈനക്കോളജിസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അത് ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകും. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രധാനമായിട്ട് അവയർനെസ് ക്ലാസുകൾ, അത് ബോധവൽക്കരണ ക്ലാസുകൾ നടപ്പിലാക്കും. സ്ത്രീകൾ വ്യായാമം ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കും. സ്ത്രീകൾക്കായിട്ടും മറ്റ് പൊതുജനങ്ങൾക്കായിട്ടും ഓപ്പൺ ജിമ്മ്, മറ്റ് സൗകര്യങ്ങൾ നിർമ്മിച്ച് അല്ലെങ്കിൽ അതിനുള്ള പ്ലാനുകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മെൻ്റൽ ഹെൽത്ത്, മാനസിക ആരോഗ്യം നമുക്ക് വളരെ ഏറെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് അതിനു വേണ്ടിയിട്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും കൗൺസിലേഴ്സിനെ വെക്കാനൊരു പദ്ധതി, ഇതൊക്കെ എല്ലാവരുമായി ആലോചിച്ച്, നമ്മുടെ സ്വപ്നങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത്, എല്ലാവരുമായി ആലോചിച്ച് എന്തായാലും കൂടിയാലോചനയോട് മാത്രം നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സെക്ഷൻ, അതായത് കില, വ്യാപാരി വ്യവസായ ഏകോപന സമിതി, ചേംബർ ഓഫ് കോമേഴ്സ്, മാധ്യമ പ്രവർത്തകർ, അങ്ങനെയുള്ള എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരെല്ലാവരെയും, പൊതുജനം എല്ലാവരെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ തൃശ്ശൂരിൻ്റെ സ്വപ്ന പദ്ധതികൾ പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളം, വെളിച്ചം, റോഡ്, ഇതിനെല്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആളുകളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഇതൊക്കെയാണല്ലോ, അതിന് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും നമ്മൾ മുന്നോട്ട് കാഴ്ചവെക്കുക. MG റോഡിലെ ഗതാഗതം സാധ്യമാക്കുന്നതിന് വേണ്ടി ഫാസ്റ്റ് ട്രാക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മോഡൽ റോഡ് വികസനം നടത്താനാണ് ആഗ്രഹിക്കുന്നത്. പുതുവത്സര സമ്മാനമായിട്ട് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിന് മുമ്പിൽ ടൈൽ വർക്ക് നടക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് ജനുവരി 6-ാം തീയതി തന്നെ, 6-ാം തീയതിക്കുള്ളിൽ, അപ്പോൾ ജനുവരി 6-ാം തീയതി ആ വർക്കെല്ലാം പൂർത്തീകരിച്ച് പൊതുജനത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ പുതുവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് അരുണാട്ടുകര ടാഗോർ സെന്റിനറി ഹാളിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് അത് തുറന്നു കൊടുക്കും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തൃശ്ശൂർ പൂരം, നമ്മുടെ എല്ലാവരെയും സ്വകാര്യ അഹങ്കാരമായ തൃശ്ശൂർ പൂരം, അത് വളരെ മനോഹരമായി സംഘടിപ്പിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ജനുവരി മാസത്തിൽ തന്നെ, പുതുവർഷത്തിൽ തന്നെ ആരംഭിച്ച്, അതായത് ദേവസ്വം ബോർഡുകളുടെയും ദേവസ്വത്തിന്റെയും സർക്കാരിന്റെയും ഒരു സഹകരണത്തോടു കൂടി തൃശ്ശൂർ കോർപ്പറേഷൻ അത് ഭംഗിയായിട്ട് നടപ്പിലാക്കും. അതിന് പ്രത്യേകിച്ച് ഞാനൊരു വനിത ആയതുകൊണ്ട് വനിതകൾക്ക് വളരെ സൗകര്യപൂർവ്വം തൃശ്ശൂർ പൂരം കാണാനുള്ള ഒരു സംവിധാനം എന്തായാലും ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ തൃശ്ശൂർ പൂരം നമുക്ക് വനിതാ സൗഹൃദം ആക്കണം. 100 ദിന കർമ്മ പരിപാടികൾ, പുതിയ കോർപ്പറേഷൻ ഭരണസമിതി വന്ന് ഞങ്ങൾ യോഗം കൂടി 100 ദിന കർമ്മ പരിപാടികൾക്ക് രൂപം നൽകുകയും കൗൺസിൽ അംഗീകാരത്തിന് വിധേയമായി അത് നടപ്പാക്കുകയും ചെയ്യും. പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലെ ട്രാഫിക് ബ്ലോക്ക് അത് ഒഴിവാക്കാനായിട്ട് ഒരു നൂതന ആശയം കൊണ്ടുവരികയാണ്. യെല്ലോ ബോക്സ് ജംഗ്ഷൻ, അതായത് നമ്മൾ ഇപ്പോൾ സ്കൂളുകളുടെ മുമ്പിൽ അല്ലെങ്കിൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്യുന്നത് സീബ്ര ലൈൻ വരയ്ക്കൂല. അപ്പൊ സീബ്ര ലൈൻ വരച്ചു കഴിഞ്ഞാൽ പെഡസ്ട്രിയൻ നടന്നു പോകുമ്പോൾ വണ്ടികൾ സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ എല്ലാ ജംഗ്ഷനിലും യെല്ലോ ക്രിസ് ക്രോസ് ഗ്രിഡ് വരച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ആ ബൗണ്ടറി യെല്ലോ ക്രിസ് ക്രോസിന്റെ അല്ലെങ്കിൽ യെല്ലോ ബോക്സ് ജംഗ്ഷന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങാൻ പാടില്ല. മുന്നിലുള്ള ഗതാഗതം ക്ലിയർ ആയാൽ മാത്രമേ അവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പൊ ഒരു സെൻസിബിൾ ഡ്രൈവിംഗ്, നമുക്കത് കുറച്ച് നാൾ പിടിക്കും അതിനൊരു ബോധവൽക്കരണം കൊടുക്കാനായിട്ട്. അപ്പൊ ട്രാഫിക് പോലീസ് ഇല്ലെങ്കിൽ തന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും ഒരു സെൻസിബിൾ ഡ്രൈവിംഗ്, ഈ യെല്ലോ ക്രിസ് ക്രോസ് ഗ്രിഡ് കണ്ടു കഴിഞ്ഞാൽ, യെല്ലോ ബോക്സ് ജംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിർത്തണം. നമുക്ക് മുന്നോട്ടുള്ള വഴി സുഗമമാണെങ്കിൽ മാത്രം മുന്നോട്ട് യാത്ര ചെയ്യാം. അപ്പൊ സ്വയം ഒരു സെൻസിബിൾ ഡ്രൈവിങ്ങിലൂടെ നമുക്ക് ഗതാഗത കുരുക്ക് ഏറെക്കുറെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ശുചിത്വ നഗരം, സൗന്ദര്യവൽക്കരണം, അതൊക്കെ എന്തായാലും നമ്മൾ അതിന് മുൻഗണന കൊടുക്കുന്നതായിരിക്കും.
വയോജനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നിലവിലുള്ള പോലെ തന്നെ പകൽ വീടുകൾ, അവർക്കൊരു വിശ്രമ കേന്ദ്രം, അവർക്ക് എക്സസൈസിനുള്ള സൗകര്യങ്ങൾ, അതൊക്കെ നമ്മുടെ മനസ്സിൽ പ്ലാൻ ഉണ്ട്. മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞാൻ മേയർ പങ്കെടുക്കുന്ന പരിപാടികളിൽ യാതൊരു തരത്തിലുള്ള പൂച്ചെണ്ടോ പൂവോ ഷാളോ മെമന്റുകളോ ഒന്നും നമുക്ക് ആഗ്രഹിക്കുന്നില്ല. അതിന് പകരം അതിനായി ചെലവാക്കുന്ന ചെറിയ തുക ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു 750 രൂപ ഉണ്ടെങ്കിൽ ഒരു ഡയാലിസിസ് രോഗിക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു തുക കൊണ്ട് നമ്മൾ ഡയാലിസിസ് രോഗികൾക്ക്, അതുപോലെ തന്നെ കീമോതെറാപ്പി വേണ്ടി വരുന്ന രോഗികൾക്ക്, അവർക്കൊക്കെ ആ തുക നമുക്ക് മേയേഴ്സ് റിലീഫ് ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ ഞങ്ങൾ തരാം, ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിന് ഞങ്ങൾ എല്ലാവരെയും സഹകരണം, ഇതൊരു വാർത്തയായിട്ട് കൊടുത്തൊരു എല്ലാവരെയും സഹകരണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മിനിറ്റ്, ഡെപ്യൂട്ടി മേയർ കൂടെ സംസാരിച്ച ശേഷം സൂചിച്ചപ്പോഴൊക്കെ ആദ്യമായി തന്നെ ഡെപ്യൂട്ടി മേയർ എന്ന രീതിയിൽ നിങ്ങളുമായിട്ടുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയാണ്. നിങ്ങൾ നൽകിയ വളരെ വലിയ പിന്തുണ തന്നെയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയ പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. ഇന്നിവിടെ നിങ്ങളോട് സംസാരിക്കുന്ന രീതിയിലേക്ക് ഞാൻ എത്തിച്ചിട്ടുള്ളത്. എല്ലാവരുള്ള സ്നേഹവും നന്ദിയും ആദ്യമായി തന്നെ പറയുക. ഡെപ്യൂട്ടി മേയർ നേരത്തോടെ മേയർ പറഞ്ഞ പോലെ 2070 തൃശ്ശൂർ നഗരം മുന്നിൽ കണ്ടുകൊണ്ടൊരു പദ്ധതിയുമായിട്ടാണ് കോർപ്പറേഷൻ ഭരിച്ചത് മുന്നോട്ട് പോകുന്നത്. അത് ഈ 5-ാം തീയതി കോർപ്പറേഷന്റെ സ്ഥിരം സമിതി തെരഞ്ഞെടുക്കും. അതിനുശേഷം കോർപ്പറേഷന്റെ കൗൺസിൽ യോഗം വിളിച്ച ശേഷം എല്ലാവരെയും കേട്ടുകൊണ്ട് തന്നെ ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കാതെ, UDF-നോ കോൺഗ്രസിനോ വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെന്ന കാരണത്താൽ ഒന്നും അടിച്ചേൽപ്പിക്കാതെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ മുഖേന കൃത്യമായി തന്നെ അതിന്റെ ഒരു രൂപം നൽകി കൗൺസിൽ 56 കൗൺസിൽ അംഗങ്ങളെയും കേട്ടുകൊണ്ട് 56 അംഗ കൗൺസിലിനെയാണ് 13-ാം തീയതി ഫലം വന്നപ്പോൾ ഈ നഗരത്തിൽ ജനങ്ങൾ ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ 56 അംഗങ്ങളെയും കേട്ടുകൊണ്ട് തന്നെ തൃശ്ശൂരിന്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് വികസന കോൺക്ലേവ് സംഘടിപ്പിക്കും. അതിനകത്ത് നേരത്തെ മേയർ സൂചിച്ച പോലെ എല്ലാവരെയും കേട്ടുകൊണ്ട് എല്ലാവരുടെയും നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് തന്നെ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകും. അതുപോലെ തന്നെ നിലവിലുള്ള കോർപ്പറേറ്റ് സാമ്പത്തിക സ്ഥിതി അത്ര സുഖകരമായ സാമ്പത്തിക സ്ഥിതി ഇല്ല. തൃശ്ശൂർ കോർപ്പറേഷൻ നിലവിലുള്ള സ്ഥിതി ഞങ്ങളിപ്പോൾ കണക്കെടുത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് പൊതുജനത്തിനുള്ള സാമ്പത്തിക സ്ഥിതി അവതരിപ്പിക്കും. അത് ആദ്യത്തെ കൗൺസിൽ യോഗത്തിൽ തന്നെ കൃത്യമായി കോർപ്പറേഷന്റെ നിലവിലുള്ള സാമ്പത്തിക അവസ്ഥയെ പറ്റി കൃത്യമായി പഠിച്ച് കൃത്യമായി ധവളപത്രം ഇറക്കി അത് കൗൺസിൽ മുമ്പാകുകയും ഈ തൃശ്ശൂർ നഗരത്തിലെ ജനങ്ങൾക്ക് മുമ്പാകുകയും ഞങ്ങൾ ഈ ധവളപത്രം കൃത്യമായി തന്നെ അവതരിപ്പിക്കും. നിലവിൽ ലഭിച്ച പ്രാഥമികമായി ഞങ്ങൾ ഇന്നലെ നടത്തിയ ഒരു യോഗത്തിന് ലഭിച്ച കണക്കനുസരിച്ച് ഇപ്പൊ കരാറുകാർക്ക് മറ്റും കൊടുക്കാനുള്ള ഏകദേശം 1 കോടിയൊക്കെ നിലവിൽ നടക്കുന്ന ബില്ലുകളുണ്ട്. അതും കൂടി പറഞ്ഞാൽ ഏതാണ്ട് 25 കോടിയോളാണ് ഇപ്പൊ കോർപ്പറേഷന്റെ ബാങ്ക് ബാലൻസ് ആയി ഉദ്യോഗസ്ഥന്മാർ തന്ന കണക്ക് പ്രകാരമുള്ളത്. അപ്പൊ അത് വലിയൊരു തുകയല്ലാന്ന് തൃശ്ശൂർ നഗരത്തെ പോലെ കോർപ്പറേഷന്റെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ നിലവിലുള്ള അവസ്ഥ കൃത്യമായി എന്തുകൊണ്ട് ഏതെല്ലാം ഘട്ടത്തിൽ എത്ര തുകയുണ്ട്, ഏതെല്ലാം വായ്പകൾ ഉണ്ടെങ്കിൽ വായ്പകൾ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് പൊതു സമൂഹത്തിന് മുന്നിൽ നമ്മളിത് അവതരിപ്പിച്ച് എന്തായാലും എല്ലാവരെയും കേട്ടുകൊണ്ട് നേരത്തെ മേയർ പറഞ്ഞ പോലെ തന്നെ ഒന്നും അടിച്ചേൽപ്പിക്കാതെ എല്ലാവരെയും കേട്ടുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് തന്നെയായിരിക്കും ഈ ഭരണസമിതി മുന്നോട്ട് പോകുക. ഈ കഴിഞ്ഞ ഭരണസമിതി ഇലക്ഷൻ കഴിഞ്ഞ തൃശ്ശൂർ നഗരം സൈലൻസോ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന കുറച്ച് പ്രഖ്യാപനം അത് 1-2 മാസമൊക്കെ അത് പുനരുജ്ജീവിക്കാൻ ആലോചനയുണ്ട്. കഴിഞ്ഞ ഭരണസമിതി നടത്തിയ പ്രവർത്തനങ്ങൾ അത് സൂക്ഷ്മമായി പരിശോധിച്ച് പഠിച്ച് അത് നാടിന് ഉപകാരപ്രദമാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനും അതല്ലെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ 10 കൊല്ലം ഒരു വികസനം ഉണ്ടായിട്ടില്ല ആദ്യം തന്നെ പറഞ്ഞു. അതിൻ്റെ ഒരു അതങ്ങനെ സ്വാഭാവികമായിട്ട് വിശ്വസിക്കാൻ പറ്റുമോ, അംഗീകരിക്കാൻ കഴിയും? എന്താണ് അതിൻ്റെ ഒരു? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തൃശ്ശൂരിൽ മാത്രമാണ് ഒരു ബൈപ്പാസ് റോഡ് ഇല്ലാത്തത്. എത്ര ട്രാഫിക് ബ്ലോക്കാണ് നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലുള്ളത്. അപ്പോൾ എടുത്തു പറയത്തക്ക ഒരു ഡെവലപ്മെൻറ്റ് നിങ്ങൾ പറയൂ, എന്താണ് നമുക്ക് എടുത്തു പറയത്തക്ക ഡെവലപ്മെൻറ്റ്? ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു 50 വർഷത്തിന് വരെ പ്ലാൻ ചെയ്യുന്ന ഒരു ഡെവലപ്മെൻ്റ് ആണ്.
അപ്പോൾ നമ്മുടെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒഴിവാക്കാൻ, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ട്. 2030 ആകുമ്പോഴേക്കും എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ഒരു വികസനം എന്തായാലും തൃശ്ശൂരിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും. നമുക്കറിയാം ജംഗ്ഷൻ വികസനം നടന്നിട്ടുള്ള കാലഘട്ടം ഏതാണെന്ന് നമുക്കറിയാം. പിന്നീട് നിന്നുപോയി. മുൻ മേയർ ശ്രീ വർഗീസ് അദ്ദേഹം പറഞ്ഞത് നിന്നുപോകാനുള്ള കാരണം എന്ന് പറയുന്നത് പാർട്ടിയിൽ നിന്നുണ്ടായ ചില സമ്മർദ്ദങ്ങളാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു. ഈ MG റോഡ് വികസനം കാലങ്ങളായിട്ട് അവിടെ നിൽക്കുകയാണ്. ഏകദേശം 10 വർഷത്തിന് മേലെയായിട്ട് ഒരു പണി നടന്നിട്ടില്ല. സ്ഥലം വിട്ടുകൊടുത്തവർ തിരിച്ച് ആ സ്ഥലം കയ്യേറി എന്നുള്ള വിധത്തിലാണ് മുൻ മേയർ പറഞ്ഞത്. അതിന് തിരിച്ചു എന്താണ് ഒരു തുടർ നടപടി ഉണ്ടാവുക? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ MG റോഡ് വികസനം നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മോഡൽ റോഡ് ഉണ്ടാക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ച് പഠിച്ച് പറയുന്നതായിരിക്കും. ഫാസ്റ്റ് ട്രാക്ക് പദ്ധതിയിൽ പെടുത്തി കഴിഞ്ഞാൽ അത് എത്രയും വേഗം നമുക്കത് അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. അതെ. രണ്ടാമത്തെ കാര്യം സ്വകാര്യ വകുപ്പിൽ BMC ടാർഗറ്റ് നടത്തിയിട്ട് 15 കൊല്ലത്തോളമായി. ഇടയ്ക്ക് പാരിസ് വർക്ക് മാത്രമാണ് ചെയ്യുന്നത്. ഈ സർക്കാരെ കഴിഞ്ഞാൽ സ്വകാര്യ വകുപ്പിൽ പല ഭാഗത്ത് വെള്ളക്കെട്ട് വലിയ വിഷയമാണ്. അപ്പോൾ ഈ ടാർഗറ്റ് നടത്തുകയാണെങ്കിൽ തന്നെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള സംവിധാനം ഉണ്ടാകും. ഒരു കാര്യം ഈ ടാർഗറ്റ് നടത്തി കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞപ്പോഴേക്കും അത് റോഡ് മുഴുവൻ നാശാവുന്ന സ്ഥിതിയില്ല. ഈ ടാർഗറ്റിന്റെ ഗുണനിലവാരം സ്ഥിരത ഉൾപ്പെടുത്തുന്നതിന് സംവിധാനങ്ങൾ ചെയ്യാം. അത് വളരെ നല്ലൊരു കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത്. നമുക്കറിയാം, ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തൃശ്ശൂർ നഗരം റൗണ്ട് മുഴുവൻ വെള്ളത്തിലാകുന്ന ഒരു അവസ്ഥയാണ്. അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് അത് ക്ലിയറായിട്ട് ടാറിങ് എങ്ങനെ, അതിൻ്റെ ഗുണനിലവാരം അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചേക്കുന്നത്. നമ്മളിപ്പോൾ 5 വർഷത്തിലാണ് ഭരണത്തിലിപ്പോൾ നമുക്ക് 5 വർഷത്തിൽ എന്താണ് നടപ്പാക്കാൻ കഴിയുന്നത്? 50 വർഷം 25 വർഷമല്ല പറയുന്നത്, 50 വർഷം കഴിഞ്ഞിട്ട് കാര്യമാണ്. ഇപ്പൊ ഏറ്റവും പെട്ടെന്ന് നടപ്പാക്കുന്ന പരിപാടികളൊക്കെ ഞാൻ പറഞ്ഞു. KSRTC സ്റ്റാൻഡിന് മുമ്പിലുള്ള റോഡ് തുറന്നു കൊടുക്കും. അതുപോലെ ടാഗോർ സെന്റർ, അതെ, ഏറ്റവും പെട്ടെന്ന്. ഞങ്ങളിപ്പോ ഞങ്ങളുടെ കയ്യിൽ മാന്ത്രിക വടിയൊന്നുമില്ല. ഇത് അതെ, ഞാൻ ടൗണിൽ വന്നു കഴിഞ്ഞാൽ വികസനത്തിനാണ് നമ്മള് 10 വർഷമായിട്ട് നടക്കുന്ന ഒരേ പ്രൊജക്റ്റുണ്ട്. അതിപ്പോ നമ്മള് ഭരണം വ്യത്യാസം കാലത്ത് സ്റ്റോപ്പ് ചെയ്യുന്ന പദ്ധതികളല്ല, തുടരേണ്ട പദ്ധതികളൊക്കെ തന്നെ അത് തുടർന്നു പോകും. നാടിന് ഗുണകരമായ ഒരു പദ്ധതി നമ്മളിപ്പോ നിർത്തിയായിട്ട് ഇനി ആള് അതിനെന്താണ് പൂർത്തീകരിക്കാൻ താൻ നടപടി കിടക്കും. പിന്നെ മാത്രമല്ല 2 ദിവസമായിട്ടാണ് ഈ അധികാരമായിട്ട് വന്നിട്ടുള്ളൂ. കൗൺസിലിന്റെ ആദ്യവും ചേർന്നിട്ടില്ല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കൂടെ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം ഇന്ന കാര്യം ചെയ്യുന്നു പ്രഖ്യാപിക്കുന്നില്ല. അത് ഈ 56 ആളും കേൾക്കും. ഈ കൗൺസിലിനകത്ത് ഒരു കാര്യം ഉറപ്പ് പറയുന്നു, 56 ആളും കേൾക്കാതെ ചർച്ച ചെയ്യാതെ ഒരു പദ്ധതിയുമായി കോർപ്പറേഷൻ കൗൺസിൽ മുന്നോട്ട് പോകില്ല. ബെല്ലടിച്ച് പിരിച്ചുള്ള സമ്പ്രദായം ഉണ്ടാവില്ല. വോട്ടിനിടമില്ല, വോട്ടിനും പറയാനുള്ളത് കേൾക്കും. അത് 56 ആളുടെ അഭിപ്രായം കേട്ട് ജനാധിപത്യ രീതിയിൽ മാത്രമേ ഈ കോർപ്പറേഷന്റെ കൗൺസിൽ പ്രവർത്തിക്കുകയുള്ളൂ. അല്ലാണ്ട് ജനാധിപത്യ വിരുദ്ധ നടപടികൾ കോർപ്പറേഷൻ ഇത്രയും കാലം കണ്ട ജനാധിപത്യ വിരുദ്ധ നടപടികൾ കൗൺസിൽ ഹാളിൽ കാണില്ല. എല്ലാവരെയും കേൾക്കും, അഭിപ്രായം പറയാം, എല്ലാ അഭിപ്രായവും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അത് ശ്രമിക്കും. അതിനുള്ള പറഞ്ഞത് ഈ 25 കോടിയാണ് അതില് പ്രധാനപ്പെട്ട കാര്യമായിട്ട് മനസ്സിലാക്കുന്നത് മുൻകൂർ അനുമതികളായിരുന്നു കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് എല്ലാം നൽകിയിരുന്നത്. പിന്നീട് അതിനെ സാധൂകരിക്കുക, കൗൺസിലിൽ വെച്ച് സാധൂകരിക്കുന്ന നടപടികളാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും അത് നിർത്തിവെച്ചിട്ട് ചർച്ച ചെയ്തിട്ട് അനുമതി കൊടുക്കാൻ മാത്രമുള്ള സംവിധാനം ഉണ്ടാക്കുക. നമ്മൾ മുൻകൂർ അനുമതി കൊടുത്ത കാര്യങ്ങൾ ഞങ്ങൾ വീണ്ടും പരിശോധിച്ച് അത് നോക്കിയിട്ട് തന്നെയാണ് തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. സൂര്യത്തിന് നല്ലൊരു ഭൂരിപക്ഷം കിട്ടിയ സമയമാണ്. പക്ഷെ മേയർസ്ഥാനം എടുക്കുന്നത് തന്നെ മറ്റൊരു കൗൺസിലർ പറയണം, ഈ മേയർസ്ഥാനം വലിയ പണം വാങ്ങി വിറ്റതാണ്. കേരളം ആകെ ചർച്ച ചെയ്തു. നമുക്ക് മേയർസ്ഥാനം ഒരു വർഷത്തേക്ക് ടേമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന് ആരോപണത്തിന് കാരണം എന്ന് പറയുന്നത്? ഈ മേയർ സ്ഥാനം ടേമായിട്ട് തൽക്കാലം നിശ്ചയിച്ചിട്ടില്ല. അത് സമയമാകുമ്പോൾ
DCC നേതൃത്വം ഞങ്ങളെ അറിയിക്കും. അപ്പോൾ അതനുസരിച്ച് DCC നേതൃത്വം പറയണ അനുസരിച്ച് നമ്മൾ എപ്പോഴും ഒഴിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിയാൻ തയ്യാറാണ്. തൽക്കാലം അതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ചയിലേക്ക് വന്നിട്ടില്ല. മറ്റു വിഷയം പറഞ്ഞത് പണപ്പട്ടിയുടെ വിഷയമാണ് സൂചിപ്പിച്ചത്. അത് എന്നെപ്പറ്റി അറിയാവുന്നവർക്ക് അറിയാം. അതിനെക്കുറിച്ച് ഞാൻ ഒരു കമൻസും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ 27 വർഷമായിട്ട് ഇവിടെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. എൻ്റെ സമര മാർഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 1987 തൃശ്ശൂരിലേക്ക് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയായിട്ട് കടന്നു വന്നത്. 87 അന്ന് നമ്മൾ മെഡിക്കൽ കോളേജിൽ ആദ്യം കയറുമ്പോൾ നമ്മൾ ക്ലാസ് മുറികളിലേക്കാണ് ആദ്യം പോകേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ ബാച്ചുകാർ ആദ്യം കടന്നു വന്നത് സമരമാർഗത്തിലേക്കാണ്. കാരണം 1982 സ്ഥാപിതമായ തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് 87 5 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അംഗീകാരം ലഭിച്ചിരുന്നില്ല. അപ്പൊ അംഗീകാരം ലഭിക്കാനുള്ള സമരമാണ് ആദ്യം നടത്തിയത്. അത് സമരം ചെയ്തത് നമ്മുടെ മുനിസിപ്പൽ ഓഫീസ് റോഡിൽ ചൂല് കൊണ്ട് അടിച്ചു വാരിയിട്ടാണ് അന്നത്തെ സമരം ചെയ്തത്. അപ്പോൾ ഇന്ന് 38 വർഷങ്ങൾക്ക് ശേഷം അതേ തെരുവ് വീതികളിൽ തന്നെ അന്ന് ചൂല് കൊണ്ട് അടിച്ചു വാരിയ തെരുവീതിയിൽ സ്ഥിതി ചെയ്യുന്ന കോർപ്പറേഷന്റെ മേയർ ആവാൻ എനിക്ക് സാധിച്ചത് പിന്നീട് അങ്ങോട്ടുള്ള എൻ്റെ സംഘടനയിലുള്ള പ്രവർത്തനം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അന്ന് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി അഡ്വക്കേറ്റ് T സിദ്ദിഖിന്റെ കമ്മിറ്റിയിൽ വർഷങ്ങൾ പറയണമെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. 2007, 2009 കാലഘട്ടത്തിൽ ജില്ലാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയത് 2004. അതെ, അതിപ്പോ നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവരെയും ഒരു കാര്യം കൂടി ഞാൻ കൂട്ടി ചേർക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും സപ്പോർട്ടും ഞങ്ങളുടെ ടീം 2025 വേണം. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ 56 കൗൺസിലേഴ്സ് ഉണ്ട്. 56 കൗൺസിലേഴ്സിനെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, അവരുടെ ഒരു ദാസിയായിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ റെഡി ആയിട്ട് തന്നെയാണ്. നാട്ടുകാരുടെയും ഈ പൊസിഷനിലേക്ക് വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു വിനീതമായ അഭ്യർത്ഥന, എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും എനിക്ക് വേണം എന്നുള്ളതാണ്. സുരേഷ് ഗോപിയുടെ അതായത് ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരാനായിട്ട് ഇപ്പൊ ഫോറൻസിക് റിസർച്ച് സെന്റർ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് അങ്ങനെ ഒരു കേന്ദ്ര പദ്ധതി കൊണ്ടുവരാണെങ്കിൽ നമ്മൾ അതിനുള്ള എല്ലാ പേപ്പർ വർക്കും എല്ലാം ചെയ്ത് അതിനോട് സഹകരിക്കും. അത് തന്നെയാണ് നമ്മൾ തൃശ്ശൂരിന്റെ വികസനവും ഡെവലപ്മെന്റുള്ള നമുക്ക് ആവശ്യം. അതെ, അത് നമ്മൾ ഗൗരവമായി ആലോചിച്ച് അതിന് സ്ഥലമുണ്ടോ. ഞാനിപ്പോ മേയറായിട്ട് ഈ പറഞ്ഞ പോലെ 2 ദിവസമായിട്ടുള്ളൂ. നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഞാൻ സംഘടനയിലാണ് കൂടുതൽ പ്രവർത്തിച്ചത്. ആദ്യമായിട്ടാണ് മത്സര രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു കാലതാമസം വേണ്ടിവരും. എന്നിരുന്നാലും നല്ലൊരു ടീമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ചെറിയൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചു, അധികാരം ഏറ്റെടുത്തെന്ന് ഉണ്ടായ പ്രശ്നങ്ങൾ. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, എല്ലാവരും ധരിച്ചിരിക്കുന്നത് ഞാൻ ഏതോ ദന്തഗോപുരത്തിൽ താമസിക്കുന്നു, താഴെത്തട്ടിലുള്ള ജനങ്ങളുമായിട്ട് ഇടപഴകാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയാണ് നിങ്ങൾ ഈ പലരും പൊതുജനങ്ങളും വിശ്വസിച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് ഈ അവസരത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് നടത്തുന്നത്. മേയറായതിന് ശേഷം പ്രസ് ക്ലബിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 1987 ഞാൻ തൃശ്ശൂർ നഗരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയായിട്ട്. അന്ന് എൻ്റെ പേര് നിജി ഫ്രാൻസിസ് എന്നാണ്. ഡോക്ടർ നിജി ജസ്റ്റിനെ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. അതിനു മുമ്പ് ഒരു കാലഘട്ടത്തിൽ നിജി ഫ്രാൻസിസ് എന്നൊരു മെഡിക്കൽ വിദ്യാർത്ഥിനി ഉണ്ടായിരുന്നു. അന്ന് തൃശ്ശൂർ നഗരത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എനിക്കൊരു വീടുണ്ടായിരുന്നില്ല, എനിക്ക് ഉടുക്കാൻ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല, എനിക്ക് പഠിക്കാൻ പാഠപുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത് എന്തിനു പറയുന്നു, വിവാഹത്തിന് പോലും ധരിക്കാൻ വസ്ത്രം ഉണ്ടായിരുന്നില്ല. ആ വസ്ത്രം എൻ്റെ കൂട്ടുകാരിയുടെ വസ്ത്രം കടം മേടിച്ചുകൊണ്ടാണ് ഞാൻ വിവാഹത്തിന് കടന്നു ചെന്നത്. അപ്പൊ നിർധനരായ കുടുംബത്തിലുള്ളവർക്ക്, ഒരു വീടില്ലാത്തവർക്ക്, വസ്ത്രത്തിന് വിവാഹം കഴിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ, വസ്ത്രത്തിന് വേണ്ടി വിഷമിക്കുന്നവരുടെ, ആഭരണങ്ങൾ അണിഞ്ഞത് കടം മേടിച്ചിട്ടാണ്. ഇവരൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തെളിവുകൾ ഞാൻ തരാം. പാഠപുസ്തകങ്ങൾ ഞാൻ 1ാം ക്ലാസ് തൊട്ട് മെഡിക്കൽ കോളേജിൽ പഠനം കഴിയണ വരെ PG പഠിച്ചപ്പോഴും ഒരൊറ്റ പാഠപുസ്തകം കാശ് കൊടുത്ത് മേടിക്കാതെ കണ്ടാണ് പഠിച്ചത്. മെഡിക്കൽ കോളേജിൽ ചേർന്നപ്പോൾ
ബാങ്ക് ലോൺ എടുത്ത് പഠിച്ചു. അത് മെസ് ഫീസിന് മാത്രമുള്ള വെറും 300 രൂപയുടെ ബാങ്ക് ലോണാണ്. ഒറ്റ പുസ്തകം മേടിച്ചിട്ടില്ല. മറ്റു സുഹൃത്തുക്കൾ ഹോസ്റ്റലിൽ ഉറങ്ങുന്ന സമയത്ത് പഠിക്കും, അതല്ലെങ്കിൽ അവരുടെ കൂടെ കമ്പൈൻ സ്റ്റഡി നടത്തി പഠിക്കും. അപ്പോൾ സമൂഹത്തിലെ എല്ലാ തട്ടിലുമുള്ള ആളുകളുടെ, വീടില്ലാത്തവരുടെ, വിവാഹം നടക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ, പുസ്തകം മേടിക്കാൻ ബുദ്ധിമുട്ടുന്ന നിർധനരായ വിദ്യാർത്ഥികളുടെ, ഇപ്പൊ മെഡിക്കൽ ഫീൽഡിലേക്ക് വന്നപ്പോൾ നിർധനരായ രോഗികളുടെ, അതുപോലെ തന്നെ സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങളും, ഇപ്പോൾ ചെറിയൊരു ബിസിനസ് സംരംഭം തുടങ്ങിയിട്ടുണ്ട്, അപ്പൊ ബിസിനസ്സുകാരുടെ ബുദ്ധിമുട്ടും, അപ്പൊ സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ള ആളുകളുടെ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിച്ച് അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇത്രയും നാളും ഞാൻ ജോലിയും സംഘടനാ പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ട് നടന്നിട്ടാണ് ഈ നിലയിലേക്ക് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മേയറാണ് ഞാൻ. അതുകൊണ്ട് എല്ലാ വിധത്തിലുള്ള ആളുകളുടെ, ഇപ്പൊ ജോലിക്ക് പോകുമ്പോൾ ജോലിക്കാരുടെ പ്രശ്നങ്ങൾ, കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, നമ്മളൊരു കുടുംബജീവിതമായിട്ട് അനുഭവിക്കുമ്പോൾ സ്ത്രീകൾക്ക് കുടുംബജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, എസ്പെഷ്യലി സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീകളുടെ കാര്യം പറയുന്നു മാത്രം, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതനുസരിച്ച് മുന്നോട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും. അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കണം എന്ന് കൂടി ആഗ്രഹിക്കണം. പൂർണ്ണമായിട്ടും ഒഴിവാക്കും. ഞാൻ എനിക്ക് കിട്ടിയ പദവിയോട് 100% ആത്മാർത്ഥത പുലർത്തും. ഇവിടെ സൂചിപ്പിച്ച പോലെ ഞാൻ പ്രസവ സമയത്ത് ഭർത്താവിനെ പ്രസവ മുറിയിൽ ആദ്യമായിട്ട് കടത്തി 2000 വിപ്ലവം സൃഷ്ടിച്ച ഞാനാണ്. അപ്പൊ പേഷ്യൻസ് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അന്നേരം അവർക്ക് അഷുറൻസ് കൊടുത്തിരുന്നത് ഡോക്ടർ നിജി ജസ്റ്റിൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസവത്തിന് വരുമെന്നാണ്. അതേപോലെ പ്രൊഫഷനും ഇപ്പോഴത്തെ പദവിയും തമ്മിൽ വലിയൊരു ഉത്തരവാദിത്തമാണ് ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. പദവിയും തമ്മിൽ ഞാൻ കൂട്ടിക്കുഴയ്ക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. നിങ്ങൾ കുറെ കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 6 വർഷമായിട്ട് ജോലി വേണ്ടാന്ന് വെച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ പ്രൊഫഷൻ പോലും അത്ര നാളും രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുനടന്നു. കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ എൻ്റെ പ്രൊഫഷൻ പോലും വേണ്ടാന്ന് വെച്ചിട്ട് സംഘടനാ പ്രവർത്തനവും സാമൂഹ്യ സേവന പ്രവർത്തന രംഗത്തിലാണ് നിന്നിരുന്നത്. അപ്പോൾ ജോലി ഉപേക്ഷിക്കേണ്ട കാര്യം എനിക്കില്ല, ഓൾറെഡി ഞാൻ ഉപേക്ഷിച്ചതാണ്. അതെ 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 അത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പത്രികയിൽ UDFന്റെ ഒരു വാഗ്ദാനമായി കൊടുത്ത ഒരു കാര്യമാണ്. അതായത് അധിക നികുതി പിരിച്ചെടുത്തത് അത് തിരിച്ചു നൽകും, അതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ള ഉറപ്പാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് പ്രഥമ കൗൺസിൽ തന്നെ ഇത് മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനുള്ള പരിഗണനയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അനുകൂലമായ തീരുമാനമെടുത്ത് നിയമാനുസൃതമായ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ബഹുമാനപ്പെട്ട സർക്കാരിന്റെ അനുമതിക്കായിട്ട് നമ്മൾ അയക്കുന്നതാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട സർക്കാരിന്റെ അനുമതി ലഭിക്കുന്ന പക്ഷം നമ്മൾ അധിക നികുതി മേടിച്ച ആളുകൾക്ക് അത് തിരിച്ചു നൽകാനുള്ള പ്രവർത്തനങ്ങളുമായി നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ വാക്ക് ഞങ്ങൾ പാലിക്കണമെന്നാണ് ആത്മാർത്ഥമായ ആഗ്രഹം. അത് ഇന്ന രീതിയിൽ കൗൺസിൽ വെച്ച് പിന്നെ അതിന് അനുമതി ലഭിച്ചതിന് ശേഷം ഗവൺമെന്റിലേക്ക് പോയി ഗവൺമെന്റിന്റെ അനുമതി ലഭിക്കുമ്പോൾ ആ ഒരു ഉറപ്പ് പ്രാവർത്തികമാക്കാനാണ് ആഗ്രഹിക്കുന്നത്. വിശാലമായ ജൈവ സമ്പത്ത് അത് തൃശ്ശൂരിന്റെ ഓക്സിജൻ സിറ്റിയായിട്ട് മാറ്റണമെന്നുള്ള ആവശ്യം നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കണം. അക്കാര്യത്തിൽ നിലവിലുണ്ടായിരുന്ന കൗൺസിലർ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പൊ അത്തരം ആശയം ഇടപെട്ട് അനാവശ്യമായ സന്ദേശം കൊടുക്കുന്ന കാര്യത്തിൽ പോസിറ്റീവായിട്ട് കാണുള്ളൂ, തർക്കമില്ല. കേരളത്തിൽ തന്നെ പോസിറ്റീവായി കാണും. ഈ നികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഹൈക്കോടതിയുടെ കേസുണ്ട്. സുപ്രീം കോടതി വരെ അതിന്റെ നടപടികൾ പോയതാണ്. സുപ്രീം കോടതി അവസാനം ഹൈക്കോടതി വിധി ശരിവെക്കുകയായിരുന്നു. പക്ഷെ അതിനകത്ത് 198 പേരാണ് ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചപ്പോൾ കോടതിയെ സമീപിച്ചത്. കോടതി പോകാൻ കഴിയാത്ത ആയിരക്കണക്കിന് 2 ലക്ഷത്താഴെ വരുന്ന ആളുകളുണ്ട്. കാരണം നമുക്കൊരു 50,000 അല്ലെങ്കിൽ 25,000 നികുതി വരുന്ന ആളുകൾ ഹൈക്കോടതി സുപ്രീം കോടതിയുമായി ഞങ്ങളും കൂടുതൽ ആശുപത്രി സ്വാഭാവികമായിട്ട് അവര് ആ ടാക്സ് അടച്ചു പോയ ആളുകളാണ്. അപ്പൊ അത്തരത്തിൽ ഉള്ള 2 ലക്ഷം താഴെ വരുന്ന ആളുകളുണ്ടെന്നാണ് ഏകദേശം ഒരു കണക്കെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ നിലവിൽ 198 ആളുകളാണ് ഹൈക്കോടതി സമീപിച്ചത്. അത് സുപ്രീം കോടതി കോർപ്പറേഷൻ അപ്പീൽ പോയെങ്കിൽ സുപ്രീം കോടതി ശരിവയ്ക്ക് കൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ കൗൺസിൽ യോഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ അതിന്റെ ഒരു നടപടികളിലേക്ക് കോർപ്പറേഷൻ മേയർ ഓൾറെഡി ഞങ്ങൾക്ക് അതിന് കടന്നു കഴിഞ്ഞിട്ടുണ്ട്.
അത് കോർപ്പറേഷൻ എടുക്കേണ്ട തീരുമാനം ഈ നഗരത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എടുക്കും. അത് അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിലും പ്രതിപക്ഷവും അതിന് നിൽക്കേണ്ട കാര്യമില്ല. കാരണം ജനത്തിന് അധികമായി മേടിച്ച നികുതി തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ആവശ്യമായ നടപടി എടുക്കും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് അവരും കൂടി പിന്തുണ ഉണ്ടാവുന്നതാണ് ഞങ്ങൾ കരുതുന്നത്. അതിന്റെ നടപടികളിലേക്ക് എന്തായാലും കടക്കുക തന്നെ ചെയ്യും. അല്ല, അത് കണക്കെടുക്കണം അതിനകത്ത്. അത് വിശദമായ കണക്ക് അല്ല, അത് പണം തിരിച്ചു കൊടുക്കും, പണം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അടുത്ത സാമ്പത്തികം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. അത് ഈ 198 ആളാണ് ഹൈക്കോടതിയിൽ പോയിട്ടുള്ളത്. പോകാൻ കഴിയാത്ത ആളുണ്ട്. നമുക്ക് ഒരാൾക്ക് കേസിന് പോകാൻ, സുപ്രീം കോടതി കേസിന് പോകാൻ അല്ലെങ്കിൽ ഹൈക്കോടതി കേസിന് പോകാൻ ശേഷിയുള്ള ആളുകൾ കൊടുക്കുകയും അല്ലാത്തവർ കൊടുക്കാതിരിക്കാനും നമുക്ക് സാധിക്കില്ല. അപ്പൊ അതിനകത്ത് നമ്മൾ കോർപ്പറേഷൻ കൗൺസിൽ വ്യക്തമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുത്ത് നമ്മൾ സർക്കാരിനെ സമീപിക്കും. അതിനാവശ്യമായ നടപടികളിലേക്ക് കടക്കും. അല്ല, നികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുണ്ടായ നടപടിക്രമങ്ങൾ വീഴ്ചയാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. പത്രപരസ്യം ഉൾപ്പെടെ കൊടുക്കുന്നുണ്ടായി വീഴ്ചയാണ് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത് വലിയൊരു അതിൽ കേസ് വന്നിട്ടുണ്ട്. ആ പ്രക്രിയ പരിപൂർണമായി തന്നെ പരിശോധിച്ച് അതിനകത്ത് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും. നമ്മൾ 2016 തുടങ്ങിയ നികുതി പരിഷ്കരണവും മറ്റും അതിനകത്ത് കയറി വരുന്നുണ്ട്. അപ്പൊ ഇനി അതിനകത്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അതിന്റെ ഫയൽ പഠിച്ചുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് പ്രഥമ കൗൺസിൽ തന്നെ കടക്കുന്നുണ്ട്. അത്രയും കാര്യം നിയമാനുസൃതമായി ചെയ്യേണ്ട കാര്യങ്ങൾ പരിശോധിച്ച് ചെയ്യും. നമുക്ക് നിലനിൽക്കുന്ന ചില സിസ്റ്റം അത് നമുക്ക് ഇന്ന് കാലത്ത് തോന്നുന്നത് പൊളിച്ചു കളയിലോ അല്ലെങ്കിൽ അത് അത്രയും കാര്യം കടക്കാൻ സാധിക്കില്ല. അത് ടാഗോറുകൾ ഉൾപ്പെടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അത് നമുക്ക് സ്വാഭാവികം തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തിക്കൊണ്ട് തന്നെ ജനം ഞങ്ങളിൽ പറ്റി വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് 33 ആളുകളെ ഞങ്ങൾക്ക് തെരഞ്ഞെടുത്ത് വ്യക്തമായ ഭൂരിപക്ഷം നൽകി ഞങ്ങൾ ജനം ഏൽപ്പിച്ചത്. ആ വിശ്വാസം കാത്ത് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. തൃശ്ശൂർ നഗരത്തിൽ ഇപ്പോൾ കോർപ്പറേഷന്റെ വൈദ്യുതി, വെള്ളം രണ്ടും പഴയ നഗരസഭാ പ്രദേശങ്ങളിൽ മാത്രമേ ലഭ്യമാകുള്ളൂ. അതൊരു യൂണിഫൈഡ് ആക്കി കോർപ്പറേഷൻ പരിധിയിലേക്ക് വ്യാപിപ്പിക്കാനോ വിട്ടുവീഴ്ചാനുള്ള എന്തെങ്കിലും ഒരു സംവിധാന ശ്രമം ഉണ്ടാകും. ഈ കോർപ്പറേഷൻ പരിധിയിലേക്ക് മൊത്തം വ്യാപിക്കേണ്ട ഒരുപാട് സാങ്കേതിക രണ്ട് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. രണ്ട് ഡിപ്പാർട്ട്മെന്റുകളാണ്. അത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യാവുന്ന പരിഹരിക്കാവുന്ന ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ ഉൾപ്പെടുന്ന കാര്യമാണ്. ജനുവരി 1-ാം തീയതി ഞങ്ങളിപ്പോ ചുമതല ഏറ്റെടുത്ത് ജനുവരി 1-ാം തീയതി എല്ലാ ഉദ്യോഗസ്ഥന്മാരും കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട സൂപ്പർവൈസർ ഹെഡുകൾ ഉൾപ്പെടെ എല്ലാ ഉദ്യോഗസ്ഥ മീറ്റിംഗ് 1-ാം തീയതി വിളിച്ചു ചേർത്തിട്ടുണ്ട്. സെലിബ്രേഷനോട് കൂടി തന്നെ അന്ന് മീറ്റിംഗ് വിളിച്ച് വ്യക്തമായ റിപ്പോർട്ട് എല്ലാവരും അന്ന് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളിലേക്കൊക്കെ തന്നെ കടത്തുകയും ചെയ്യും. യൂണിഫൈഡ് ആയിട്ടുള്ള ഹൗസ് നമ്പർ അത് ഇതുവരെ ഇപ്പൊ നമ്മള് വലിയ പഞ്ചായത്തിന്റെ പുതിയ കോർപ്പറേഷൻ അല്ല, അതിനകത്ത് ഇപ്പൊ എന്താ ഡിവിഷൻ പുതിയ വന്നപ്പോ വീണ്ടും പ്രശ്നമായി. അപ്പൊ നിങ്ങൾ 2-ാം ഡിവിഷനിലാണെങ്കിൽ ഉപയോഗിക്കുന്ന നമ്മൾ 1-ാം ഡിവിഷൻ നമ്പറായിരിക്കും. അത് എല്ലാ ഇപ്പൊ ഈ ഡിവിഷന്റെ വിഭജനം വന്നപ്പോൾ എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള വിഷയമാണ്. അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി എടുക്കും. അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഏകീകൃത സംവിധാനം. കാരണം ഓരോ 5 കൊല്ലം കൂടുമ്പോഴും 10 കൊല്ലം കൂടുമ്പോഴും ഡിവിഷൻ ഇങ്ങനെ വിഭജിക്കുമ്പോൾ സ്വാഭാവികമായും 50-ാം ഡിവിഷനിൽ താമസിക്കുന്ന വ്യക്തി 48-ാം ഡിവിഷൻ നമ്പർ വെച്ചിട്ട് ചേർക്കണം. അവന്റെ ഡിവിഷനും ഇപ്പോഴത്തെ ടാക്സ് നമ്പറുമായി യാതൊരു ബന്ധവുമില്ല. ഒരു കാലഘട്ടം വരെ അയ്യന്തോൾ പഞ്ചായത്തുകാർ ഉപയോഗിച്ച അയ്യന്തോൾ പഞ്ചായത്തിലെ പഴയ നമ്പറായിരുന്നു. പിന്നെ കോർപ്പറേഷൻ നമ്പറിലേക്ക് മാറി. പിന്നെ കോർപ്പറേഷൻ നമ്പർ വീണ്ടും പരിഷ്കരണം വന്നപ്പോൾ ആ പഴയ നമ്പർ ചടിക്കേണ്ട അവസ്ഥ. അത് സ്വാഭാവികമായിട്ട് അത് എന്താണ് ചെയ്യാൻ സാധിക്കുമോ അത് സംവിധാനം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികം ആലോചിക്കും. കാരണം അത് യാഥാർത്ഥ്യമാണ്. ഞാൻ ഉൾപ്പെടെ എന്റെ വീടിന്റെ ടാക്സ് അടയ്ക്കുക എനിക്ക് പഴയ വീട് നമ്പർ ചടയ്ക്കാൻ പറ്റുള്ളൂ. എന്റെ ഇപ്പോഴത്തെ വീട് നമ്പറോ ഇപ്പോഴത്തെ ഡിവിഷനുമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല കോർപ്പറേഷനകത്ത്. അത് ശരിയാണ്. അത് പരിഷ്കരിക്കാൻ പുതിയ നമ്പറിംഗ് നടത്തണം. അനാവശ്യ നടപടി കടക്കും. അത് യോഗങ്ങൾ എന്തായാലും വിളിച്ചു ചേർക്കും. അതില് പൂരമായി ബന്ധപ്പെട്ട് തിരുവമ്പാടിയും പാറമേക്കവുമാണ് പൂരത്തിന്റെ മുഖ്യ സംഘാടകർ. ആ പൂരം വിജയകരമായി നടത്താനുള്ള എല്ലാ സഹായവും കോർപ്പറേഷൻ ഭാഗത്തുണ്ടായിരിക്കും. പൂരം നടത്തുന്നത് കോർപ്പറേഷൻ നടത്തുന്നത് അവരാണ്. ഞങ്ങൾക്ക് ആവശ്യമായ സഹായം ഒരുക്കുക, അവർക്ക് എല്ലാ ഫെസിലിറ്റി ഒരുക്കുക. കോർപ്പറേഷൻ എന്താണോ ചെയ്യേണ്ടത് ആ കാര്യം ചെയ്തിരിക്കും. കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്തെ നമുക്കറിയാം മേയർ ഏറ്റവും കൂടുതൽ പഴികേട്ടത് MP സുരേഷ് ഒരു ഇതിന്റെ പേരിൽ പഴികേട്ടിരുന്നു. അത് തമ്മിലുള്ള ഒരു എന്താ പറയുക ബന്ധം എന്നുള്ള രീതിയിൽ
എങ്ങനെയാണ് വികസന കാര്യങ്ങളിൽ എങ്ങനെയാണ് കേന്ദ്ര പദ്ധതികൾ? മേയർ കൃത്യമായി തന്നെ നേരത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ, നഗരത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ സഹായം തേടിക്കും. അതിനകത്ത് അത് നഗരത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിനകത്ത് രാഷ്ട്രീയത്തെ ആരോടും ഇല്ലല്ലോ. നഗരത്തിലെ ജനങ്ങള് മേയറായി തെരഞ്ഞെടുത്ത വ്യക്തി കോർപ്പറേഷൻ 56 കൗൺസിലിന് യാതൊരു ആയുധവും വികസന കാര്യമില്ല. അത് തൃശ്ശൂരിന് വേണ്ടി ചെയ്യാവുന്ന കാര്യം ആരുമായി സഹകരിച്ചു മുന്നോട്ട് എല്ലാ കേന്ദ്ര പദ്ധതികളും നമുക്ക് ലഭിക്കാവുന്ന, അതുപോലെ സംസ്ഥാന സർക്കാരിന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഞങ്ങളിപ്പോ ഈ നികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അതിന്റെ ഇഷ്യൂസ് എടുക്കുന്നത് സംസ്ഥാന സർക്കാരിന് വലിയ പിന്തുണ ഞങ്ങൾക്ക് വേണം. സ്വാഭാവികം അവർക്കായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അതിന് കാര്യം ഇതാണെങ്കിൽ അത് പ്രാവർത്തികമായൊക്കെ കഴിയും. പക്ഷെ കാര്യമായ ആരും അതിന് കയറുന്നില്ല. ഇനി അത് നമുക്കത് ഒഴിവാക്കുക എന്നുള്ളത് നടപ്പിലാവുന്ന കാര്യമില്ല. കോർപ്പറേഷൻ അത് ഉപേക്ഷിക്കാതെ നടത്തി ഇതെങ്ങനെ മാറ്റിയെടുക്കുക, അതിനെപ്പറ്റി എന്തെങ്കിലും അത് ജനങ്ങളെ കൂടുതൽ ഇങ്ങോട്ട് അത് ഉപകാരപ്പെടണമല്ലോ. അവിടുത്തെ ഗതാഗത സംവിധാനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്, അവിടുത്തെ അപകടങ്ങൾ ഒഴിവാക്കാൻ. പക്ഷെ ആരും അത് ഉപയോഗിക്കുന്നില്ല. അതിന്റെ മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ട് ചില കരാറിൽ ചില ഇഷ്യൂസ് ഉണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മള് ആകാശപാത എന്താ യാഥാർത്ഥ്യമായി കോടികൾ ചെലവഴിച്ച് നഗരത്തിനകത്ത് നിന്ന് നിൽക്കുകയാണ്. അതിന് വേണ്ടാന്ന് വയ്ക്കുന്നത് ഒരിക്കലും സംഭവിക്കുന്ന പ്രായോഗികമായിട്ടുള്ള കാര്യം. എങ്ങനെ ഗുണപരമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും, അനാവശ്യമായ നടപടിയിലേക്ക് കടത്തുകയാണ് ചെയ്യുന്നത്. അല്ല, അതിന്റെ ഓൾറെഡി അവിടെ കാവൽക്കാരുണ്ട്. അതിന്റെ മെയിൻ്റെനൻസ് ഉൾപ്പെടെ കാര്യങ്ങൾ എന്താണ് ചെയ്യാൻ സാധിക്കുമോ അത് സ്വാഭാവികമായും ചെയ്യുന്നു. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ തുടങ്ങിയല്ലോ. സോളാർ വെക്കാനുള്ള നടപടി അതായത് അല്ല, അതിന്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനുകൾ നിലവിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ 1-ാം തീയതിക്ക് ശേഷം മീറ്റിംഗ് വിളിച്ചിറക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് അതിന് കാര്യം എന്തായാലും ഇടപെടുക. അതെ, സ്ഥിരം സിസ്റ്റമായിട്ട് കൊണ്ടുപോകാൻ തന്നെ. അതില് ടൈം ലിമിറ്റ് പറയാം, എത്ര നാൾ കൂടുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു ജനകീയ അദാലത്ത് അത് എത്ര നാളുകൾക്കുള്ളിൽ നടത്തും എന്നുള്ളത് കൃത്യമായിട്ട് പറയാം. കൃത്യമായ ഇന്റർവെല്ലില് അത് ജനകീയ അദാലത്ത് നടത്തുന്നതായിരിക്കും. ഈ ഫണ്ടുകള് സമ്മാനം ഒഴിവാക്കിയിട്ട് സഹായം മേടിക്കുന്നത് അത് മേയർക്ക് നേരിട്ട് അപ്ലിക്കേഷൻ തന്നിട്ട് കൊടുക്കുന്ന സംവിധാനമാക്കി മാറ്റിയില്ലേ? അങ്ങനെയല്ല, മേയർ റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ഓൾറെഡി തൃശ്ശൂർ കോർപ്പറേഷനിലുണ്ട്. അത് ഞാൻ പുതുതായിട്ട് കൊണ്ടുവന്ന സംവിധാനം അല്ല. അത് നമ്മൾ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഇപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഇപ്പോഴാണ് കൂടുതൽ അവയർനെസ് വന്നതെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ അക്കൗണ്ട് നമ്പർ ഞങ്ങൾ തരാം, അതിലേക്ക് ഇടുക. മേയർ റിലീഫ് ഫണ്ട് എന്നുള്ള അല്ല, നിങ്ങൾ പരിപാടി നടത്തുന്നവര് ഫണ്ട് ആ അക്കൗണ്ടിലേക്ക് ഇടുക. അതനുസരിച്ച് കൗൺസിൽ ഞാൻ അവിടെ സൂചിപ്പിച്ചു, അതായത് സ്ഥലം കൗൺസിലറുടെ കത്തും അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിന്റെ ശുപാർശയും ഉണ്ടെങ്കിൽ അത് അർഹതപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുക. കാശ് എടുത്തു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അവസാനിപ്പിക്കുകയല്ലോ. നന്ദി പറയുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മേയർ ഡോക്ടർ ജസ്റ്റിൻ, അതേപോലെ ഡെപ്യൂട്ടി മേയർ നമ്മുടെ സുഹൃത്ത് എ പ്രസാദ് എന്നിവർക്ക് പേരുള്ള നന്ദി രേഖ